ബസ്സിൽ നിന്നും തെറിച്ചു വീണിട്ടും യാത്രക്കാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാത്ത ഒരു സ്വകാര്യ ബസ്സിൻ്റെ കഥയാണ് ഇനി. കോട്ടയം ഇളങ്കാട് റൂട്ടിലോടുന്ന ചെറ എന്ന ബസ്സിൽ നിന്നാണ് ഒരു യാത്രക്കാരി തെറിച്ചു വീണത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സജിമോളെ നാട്ടുകാരാണ് അവസാനം ആശുപത്രിയിൽ എത്തിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. ടോബി, യഥാർത്ഥത്തിൽ ഈ ബസ്സിനെക്കുറിച്ച് മറ്റെന്തൊക്കെ പരാതികളാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്, അത് KSRTC ആയാലും പ്രൈവറ്റ് ബസ് ആയാലും, ഒരു യാത്രക്കാരി അല്ലെങ്കിൽ യാത്രക്കാരൻ അതിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്, ചുമതലയാണ്. പറയൂ ടോബി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ പാറത്തോട്ടിലാണ് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ബസ്സിൽ കയറി ഇവർ അംഗനവാടി ജീവനക്കാരിയാണ്. അവർ ഈ അംഗനവാടിയിലേക്ക് പോകുന്നതിനിടയിൽ ബസ് ഈ സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. ഇവർ ഇറങ്ങുന്നതിനിടയിലാണ് ബസ് പെട്ടെന്ന് ബെല്ലടിച്ച് മുന്നിലോട്ടെടുത്തത്. നമ്മൾ ഇവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് ഈ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടയിൽ ഉണ്ടായ ഒരു അപകടമെന്ന് തന്നെയാണ്. കാരണം മുന്നിലും പിന്നിലുമായി രണ്ട് ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവർ ഇറങ്ങുന്നത്. അങ്ങനെ ഈ ബസ് നിർത്തുന്നതിന് മുമ്പ് തന്നെ, ഇവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ബസ് എടുക്കുകയായിരുന്നു. ഉടൻ ഇവർ നിലത്തേക്ക് വീഴുകയും ഈ തലയ്ക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. തലയ്ക്ക് 8 സ്റ്റിച്ചുകൾ ഇട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. കാഞ്ഞിരപ്പള്ളി പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ. ഈ രണ്ട് ജീവനക്കാർ, ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഭവം നടന്നതിന് ശേഷം ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഈ ബസ് ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ കൂടി നിന്ന നാട്ടുകാരാണ് ഇവരെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി പോലീസ് കേസെടുത്ത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ.